ഹലോ ഹയർ യൂട്യൂബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കിടയിൽ നമുക്ക് ഒരുപാട് കമന്റ്സ്. ആ കമന്റ്സ് എന്തൊക്കെയാണ്? അതായത് ഷോർട്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ, അതുപോലെ വാച്ച് അവേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ആവും, അങ്ങനെ പല പല ഡൗട്ട്സ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഇത്ര 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നേടാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് ഈ ആൻസർ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിശദമായിട്ട് അത് തന്നെ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല, ആദ്യം ഈ ഷോർട്സിലൂടെ മാത്രം, ഷോർട്സിന്റെ ആൾക്കാരുടെ ആ ഒരു ഡൗട്ട് നമുക്ക് തീർത്തു കൊടുക്കാം. ഷോർട്സിലൂടെ മാത്രം, അതായത് മെയിൻ വീഡിയോ ഒന്നും ഇടാതെ ഷോർട്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമോ യൂട്യൂബിൽ നിന്ന്? അതെ, കിട്ടുമോ? തീർച്ചയായും. ഷോർട്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടും. ഷോർട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസ് മതി നമുക്ക്. ഇത് 10 മില്യൺ എന്ന് പറയുമ്പോൾ 1 കോടി. അപ്പോൾ ഈ വീഡിയോ പോലെയല്ല, ഷോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡുകളിലെ കുറച്ച് സെക്കൻഡേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് അതിനുള്ളിൽ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കാം. ഷോർട്സിന് എന്തൊക്കെയാണ് വേണ്ടത്? അതായത് 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ മിനിമം ഒരു എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്. ഒരു 60 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. 60 സെക്കൻഡ് കുറഞ്ഞാൽ അത്ര കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ 60 സെക്കൻഡിൽ കുറഞ്ഞുള്ള ഷോർട്സ് നമ്മുടെ ചാനലിനകത്തോട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പക്ഷെ അതിനെല്ലാം നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആണ്. നമുക്കെല്ലാം അതിനകത്തോട് പൈസ കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് 60 സെക്കൻഡിലുള്ള ഷോർട്സ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞോളൂ. പിന്നെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട്, അത് ഓരോ ദിവസവും നമുക്ക് വീഡിയോക്കാൾ ഏറ്റവും സിമ്പിൾ ആണ് ഷോർട്സ് ചെയ്യാന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇവർക്ക്? അതായത് ഈ 90 ദിവസം കൊണ്ട്, അതായത് 3 മാസത്തിനുള്ളിൽ ഈ 1 കോടി വ്യൂസോ ഉണ്ടാക്കാൻ അത് ഭയങ്കര പേടിയുള്ള എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ബാധകമല്ല കേട്ടോ. അതായത് സബ്സ്ക്രൈബേഴ്സ് തന്നെ കയറിക്കോളും. ഈ 1 കോടി വ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെ 10 മില്യൺ വ്യൂസ് മാത്രം മതി ഷോർട്സിന്, വേറെ ഒന്നും വേണ്ട. ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി നിങ്ങൾക്ക് അതിലൂടെ പൈസ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും 90 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്ര വ്യൂ കിട്ടുന്നത്? നമുക്ക് ഒരു വീഡിയോയ്ക്ക് തന്നെ എങ്ങനെയാലും ഒരു 100 പേര് കണ്ടാൽ മതി എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 10 മില്യണോ അല്ലെങ്കിൽ 1 കോടിയൊന്ന്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? അതെന്ന് വെച്ചാല് വീഡിയോ പോലെ അല്ലല്ലോ ഒരിക്കലും ഷോർട്സ് എന്ന് പറയുന്നത്. ഇത്ര കുറച്ച് സെക്കൻഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ദിവസം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 or 10 എത്ര വേണമെങ്കിലും ഷോർട്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ശ്രീയേട്ടന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ ഒരു സാധാരണ ഇപ്പൊ നമുക്ക് എന്നാ പറയാ, എല്ലാ സജ്ജീകരണങ്ങളൊന്നും നമ്മുടെ ഇല്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ആ ഫോണിൽ വേണം ഷൂട്ട് ചെയ്യാനും, ആ ഫോണിൽ വേണം എഡിറ്റ് ചെയ്യാനും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോയെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. എന്നാൽ അല്ലാത്തൊരു വലിയൊരു യൂട്യൂബ് ക്രിയേറ്ററിനെ വെച്ചോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ചാനലിനെ വെച്ചോ ഇതൊന്നും അവർക്ക് അതിന്റെ വേറെ ആൾക്കാരുണ്ട് എഡിറ്റ് ചെയ്യാൻ, ക്യാമറമാൻ വേറെയുണ്ട്, വേറെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിരവധി ഷോർട്സ് എടുക്കും. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്കൊരു ഷോർട്സ് ഒരു ദിവസം എത്ര എണ്ണം എടുക്കാം? കാരണം ഒരു ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടക്കില്ല, ജസ്റ്റ് ഇത്ര സെക്കൻഡല്ലേ ഉള്ളൂ, 60 സെക്കൻഡല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ഫോൺ മേടിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പുതിയ ഫോൺ മേടിച്ചത്. ഈ ഫോണിന് ഇതുണ്ട്, ഇത്ര ക്യാമറയുണ്ട്, ഇവിടെയാണ് ഫ്ലാഷ് വന്നിരിക്കുന്നത്, പിന്നെ ഞാൻ വാൾപേപ്പർ ഇട്ടേക്കുന്ന ഇതാണ്. ചുമ്മാ ഞാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു 60 സെക്കൻഡ് ആയി, 1 മിനിറ്റ് ആവും. അങ്ങനെ ഒരു വ്യൂ അല്ലെ? ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ പോകാൻ പോകുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങൾ ഇന്ന് സിനിമയ്ക്കാണ് പോകുന്നത്. സിനിമ വിജയുടെ സിനിമയാണ് കണ്ടത്, നല്ല സിനിമയായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി പറയുന്നത്, അങ്ങനെ എന്തൊക്കെ എത്ര കാര്യങ്ങൾ. അല്ലെങ്കിൽ പറമ്പിൽ പോകുന്നു, മാങ്ങ പറിക്കുന്നത്, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ മത്തി വെട്ടുന്നത് അല്ലേ? ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതിന്റെ കൂടെ ഇതും കൂടെ കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ പലതും നമുക്ക് ഷോർട്സ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെ പിന്നെ എന്താ പറയാ, ഉള്ളവർക്ക് ഇത് കണ്ടില്ലേ വേർതിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഞാൻ ഡെയിലി റുട്ടീൻ ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതാണ്, ഈ കൺസീലറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറെ നമുക്ക് വീഡിയോ എത്ര അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് 5 ഒന്നും അല്ല, അതിന് മേലിൽ നിങ്ങൾക്ക് ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം ഒരുപാട് ചെയ്യാൻ പറ്റും അല്ലേ? ഷോർട്സ് വഴി മാത്രം മോണിറ്റൈസേഷൻ കിട്ടണം, വീഡിയോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഷോർട്സ് മാത്രം ചെയ്യുക. ഒരു ദിവസം ഒരു 5 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, പോട്ടെ ഒരു 3 എണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? പിന്നെ
വീഡിയോ പോലെയല്ല ഷോർട്സ്. വ്യൂസ് പെട്ടെന്ന് കിട്ടുന്നത് ഷോർട്സിനാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം ഷോർട്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയി എല്ലാം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെ. വീഡിയോ പറഞ്ഞാൽ നമ്മൾ തമ്പ്നെയിലും നോക്കി ക്ലിക്ക് ചെയ്യണം. ഇത് തന്നെ ഷോർട്സ് ഒന്ന് കണ്ടു സ്ക്രോൾ റീൽസ് ഒക്കെ കാണുന്ന പോലെ തന്നെ അതിനകത്ത് നമ്മുടെ കേറി വരും. അതെ, കേറി വരും. ഉദാഹരണത്തിന് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഷോർട്സ് ഇട്ട് നോക്കിക്കോ. ഷോർട്സ് നമുക്ക് വീഡിയോയേക്കാൾ കൂടുതൽ ഇപ്പൊ ആദ്യം നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു 40 വ്യൂസ്. സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ആദ്യം ഇടുമ്പോൾ 10 വ്യൂ 3 വ്യൂ അല്ല 5 വ്യൂ ഒക്കെ ആയിരിക്കും ഒരു വീഡിയോ ചെയ്യുമ്പോൾ. ഫുൾ ലെങ്ത് വീഡിയോ. ഷോർട്സ് ഇടുമ്പോൾ നമുക്കൊരു 40-50 ഒക്കെ ആയിരിക്കും. പിന്നീട് അതൊരു 100 ആവും, പിന്നീട് 500 ആവും, പിന്നെ കേട് കണക്കായിരിക്കും. പിന്നെ നിങ്ങൾ ഇടുന്ന എല്ലാ ഷോർട്സിനും പിന്നെ കേട് കണക്കാ. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ പിന്നെ എന്താ പറയുക 15K 20K അങ്ങനെ അത്രയും നിങ്ങൾ ഷോർട്സ് ഒരു ദിവസം ഒരു 3 ഷോർട്സ് വെച്ച് നിങ്ങൾ ഇടുകയാണെങ്കിൽ ഈ 3 മാസം ഒന്നും വേണ്ട, അതിനുള്ളിൽ ഈ എല്ലാ ഷോർട്സിനും കൂടെ കൂട്ടിയാണ് ഈ 1 കോടി വ്യൂസ് കിട്ടിയാൽ മതി. എല്ലാ വ്യൂസ് അല്ലാതെ ഒറ്റ ഷോർട്സിനല്ല ഈ 10 മില്യൺ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഷോർട്സ് എടുത്തോ അത്ര ഷോർട്സിനോട് കൂട്ടിയാണ് ഈ 1 കോടി വ്യൂസ് നമുക്ക് കിട്ടിയാൻ പറ്റുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അങ്ങനെയുള്ളവരോട് പറയാൻ പോകുന്നത്. അടുത്തത് പിന്നെ ഈ ഷോർട്സും വീഡിയോയും നമുക്ക് നോക്കുമ്പോൾ ഷോർട്സിൽ നമുക്ക് എല്ലാ സിനിമ സോങ്സും യൂസ് ചെയ്യാൻ പറ്റും. കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നില്ല. ഈ കോപ്പിറൈറ്റിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതിനെ ബാധിക്കും. അപ്പൊ വാർണിംഗ് വന്നോണ്ടിരിക്കും യൂട്യൂബിൽ നിന്ന്. അപ്പൊ നമ്മുടെ ഈ ഷോർട്സിൽ നമുക്ക് ഏത് സോങ്സും യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാ. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. സിനിമ സോങ്സ് ഒക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യും. നമ്മുടെ കണ്ടന്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാട്ടുകൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ ഷോർട്സ് മാത്രം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വ്യൂ ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മാർഗം ഇതൊന്നുമല്ല. നിങ്ങൾ ഈ ഷോർട്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഷോർട്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് മ്യൂസിക് ഏതാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഏതാണ് എന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് നല്ലൊരു ട്രിക്കാണ്. അങ്ങനെ അതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യൂ കയറും. ആ ഒരു ഷോർട്സ് ഒരുപാട് പേരിലേക്ക് ചെല്ലും. ട്രെൻഡിങ് സോങ്സ് ഇടുക നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഏതാണോ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ആ സാധനം മാത്രം നിങ്ങൾ ഇടുക. അതിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എന്താണോ കണ്ടന്റ് ആ കണ്ടന്റ് ചെയ്യുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ആയിരിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഷോർട്സ് പടപടപടപടേന്ന് ഇഷ്ടം പോലെ വ്യൂ ഇട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിലൂടെ പൈസ സമ്പാദിക്കാൻ പറ്റും. ഇനി നേരെ ഷോർട്സിന്റെ കാര്യം തീർന്നു നോക്കുന്നത്, കാരണം നമുക്ക് ടൈം വലിച്ചു കിട്ടുന്നില്ല. ഒറ്റ കാര്യങ്ങൾ കൂടെ ഇപ്പൊ എമൗണ്ടിന്റെ കാര്യം ചോദിച്ചവർക്ക് ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ്. ഈ ഷോർട്സിന് അത് വീഡിയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷോർട്സിന് പൈസ കുറവാണ്. വീഡിയോയുടെ അത്ര ക്യാഷ് എന്തായാലും ഷോർട്സിന് കിട്ടില്ല. കാരണം ഷോർട്സ് അത്രയും ഷോർട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, കുറച്ച് സെക്കൻഡേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് വീഡിയോ പറഞ്ഞാൽ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. എങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലെന്നേ, അത് പോട്ടെ, സാരമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതിന് അത്ര പിന്നെ മോണിറ്റൈസേഷൻ ഈ ഷോർട്സ് വഴി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോസും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ഷോർട്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ഒരാൾ ചോദിച്ചിരുന്നു നമുക്ക് ഇത് എങ്ങനെയാണ് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. വാച്ച് അവേഴ്സ് എങ്ങനെ 4000 മണിക്കൂർ വാച്ച് അവേഴ്സ്. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 4000 മണിക്കൂർ വാച്ച് അവേഴ്സ് എന്നല്ല. ഇപ്പം ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ലാത്തവർക്ക് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും മതി. മനസ്സിലായി? സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചേക്കുക. 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമുണ്ട്. അതിനാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. എന്നാൽ ഞങ്ങൾ പറയുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ കയറി നിങ്ങൾ പിടിക്കരുത്. നിങ്ങൾ എപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനകത്താണ് കൂടുതൽ എമൗണ്ടും കൂടുതൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും യൂട്യൂബ് നമുക്ക് തരുന്നത്. ആർച്ചില്ല. എന്നാൽ മറ്റേത് തരുന്നില്ലെന്നല്ല, മറ്റേത് നമുക്ക് എന്നാ പറയുക, അതായത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും നമ്മളുള്ളത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പൈസയും കിട്ടും. പക്ഷെ മറ്റേതിനെ സെക്കൻഡ് കാറ്റഗറിയാണ് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും. തീർച്ചയായിട്ടും. പിന്നെ അതിനകത്ത് തന്നെയാണ് കുറെ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് ഈ വാച്ച് അവേഴ്സ്, എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാം, വാച്ച് അവേഴ്സ് എങ്ങനെ. അതിനും ഒറ്റ ഉത്തരവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് നോക്കണ്ട. നമ്മളെപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയുടെ പുറകെ ഇത്ര വ്യൂ, 100 വ്യൂ, അയ്യോ 150 വ്യൂ, 200 വ്യൂ, അത് വിട്. നിങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് പോവാ. വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ, അതിനനുസരിച്ച് വാച്ച് അവേഴ്സ് എന്തായാലും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു വൺ ഇയറിൽ എത്ര
എത്ര വീഡിയോസ് ഇടും. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഉള്ള വാച്ചവേഴ്സ് ആവില്ല അടുത്ത വീഡിയോയ്ക്ക് കിട്ടുന്നത്. ചില വീഡിയോയ്ക്ക് വാച്ചവേഴ്സ് കുറവായിരിക്കും അല്ലേ, ഓരോ ആൾക്കാരും കാണുന്നതിനനുസരിച്ചാണ് വാച്ചവേഴ്സ് കൂടുന്നത്. അപ്പോൾ ചില വീഡിയോസിൽ കൂടുതലായിരിക്കും, ചില വീഡിയോസിൽ കുറവായിരിക്കും. അങ്ങനെ ഇടുന്ന വീഡിയോസ് മൊത്തം നോക്കുമ്പോൾ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിക്കോളും. നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുക, അത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. മറ്റു വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വേറെ ഒന്നുമില്ല. ഇപ്പൊ ഏകദേശം നമ്മളെല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ അതിന് ആൻസർ തരുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ചെയ്യുന്ന കമന്റിനും ആൻസർ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. തന്നെയല്ല ഇപ്പൊ ഏറ്റവും ധൃതി വെക്കുന്നത് എന്നാണെന്നറിയോ, ഞങ്ങൾ കാറിനകത്ത് ആണ് ഇരിക്കുന്നത്. അപ്പോൾ വെയിലടിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല വെയിലാണ്. AC ഇട്ട് നല്ല വെയിലാണ്. തന്നെയല്ല AC ഇട്ടിട്ടില്ല. AC ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ക്യാമറയിൽ അതിന്റെ ശബ്ദം പിടിക്കും. പിന്നെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ കറണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത്, ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുടങ്ങുക. നിങ്ങൾ എല്ലാവരും തുടങ്ങുക. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കുന്നത്. തന്നെയല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കമന്റ്സിന്, നമ്മുടെ വീഡിയോയുടെ കമന്റ്സിന് താഴെ ഒരുപാട് പേരുണ്ട് നമ്മുടെ സഹായിക്കാവോ, നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മളെല്ലാം സഹായിക്കുക. നമുക്ക് എന്ത് ചിലവുണ്ട്? ചുമ്മാ മൊബൈൽ എടുത്ത് ഒരു സബ്സ്ക്രൈബിൽ ഒരു ഇത്രയും കേസല്ലേ ഉള്ളൂ, ഇത്രയും പോരെ, അത്ര നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? അപ്പം ആ രീതി നമ്മൾ നോക്കുക. എല്ലാവർക്കും നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പം ഒരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട്, മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.